ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. തൃശൂർ കൊട്ടാരക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 മരണം. മരിച്ചത് ബംഗാൾ സ്വദേശികളായ തൊഴിലാളികൾ. കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്നത് 12 ഇതര സംസ്ഥാന തൊഴിലാളികൾ. കെട്ടിടം തകർന്നു വീണത് പുലർച്ചെ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. കോതമംഗലം വെച്ചിലപ്പാറയിൽ വീട് തകർന്ന് 2 പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ബാണസുര, മലമ്പുഴ, ഷോളയാർ ഡാമുകൾ തുറന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 135 അടിയായി. പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ തുടർ നടപടിയുമായി രാജ്ഭവൻ. വൈസ് ചാൻസലറോട് വിശദീകരണം തേടും. വിശദീകരണം തേടുക ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി രജിസ്ട്രാർ തടസ്സപ്പെടുത്തിയത്. വിവാദ പരാമർശവുമായി RSS ജനറൽ സെക്രട്ടറി തെത്തോദ്രിയ ഹൊസബലെ. ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണം. അടിയന്തരാവസ്ഥക്കാലത്ത് ചേർത്ത വാക്കുകളെന്ന് ഹൊസബലെ. നിലമ്പൂർ MLA ആയി ആര്യടൻ ഷൗക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് വൈകിട്ട് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ. മഹാസ്വീകരണവും വൈകിട്ട് പാളയത്ത്. നിലമ്പൂരിലെ തോൽവിക്ക് കാരണം PV അൻവറുമെന്ന് CPIM. ഇടതുവോട്ടിൽ ഒരു ഭാഗം അൻവർ കൊണ്ടുപോയെന്നും സംസ്ഥാന സമിതി യോഗത്തിൽ വിലയിരുത്തൽ. സംസ്ഥാന സമിതി യോഗം ഇന്ന് സമാപിക്കും. കണ്ണൂർ കൊട്ടിയൂരിൽ മാധ്യമപ്രവർത്തകന് മർദ്ദനം. മർദ്ദനമേറ്റത് പ്രാദേശിക ചാനലായ ഹൈവിഷന്റെ റിപ്പോർട്ടറും ദേവസ്വം ഫോട്ടോഗ്രാഫറുമായ സജി നായർക്ക്. മർദ്ദിച്ചത് നടൻ ജയസൂര്യയ്ക്കൊപ്പം എത്തിയവർ. ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യം തുടരുന്നു. ആക്സിയം 4 ദൗത്യ സംഘത്തിന്റെ പരീക്ഷണങ്ങൾ ഇന്നു മുതൽ. സംഘം ബഹിരാകാശത്ത് തുടരുക 14 ദിവസം.